നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ISRO പൂർണ്ണ പരാജയമാണെന്ന ചിന്ത പൂർണ്ണമായും ശരിയല്ലെങ്കിലും അടുത്ത കാലത്തായി ചില വലിയ തിരിച്ചടികളും പ്രതിസന്ധികളും ഏജൻസി നേരിടുന്നുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. കഴിഞ്ഞ കുറച്ച് നാളുകളായി ISROയിൽ പുതിയ പരീക്ഷണങ്ങളൊന്നും നടക്കുന്നതെല്ലാം വൻ പരാജയം. കഴിഞ്ഞ 6 പതിറ്റാണ്ടുകളായി സാങ്കേതിക വിദ്യയുടെ നിഷേധങ്ങൾക്കിടയിലും മനക്കരുത്തും ചാതുര്യവും കൊണ്ട് പടുത്തുയർത്തിയ ഇന്ത്യയുടെ കൊട്ടിഘോഷിക്കപ്പെടുന്ന ബഹിരാകാശ മേഖലയിലെ നിരവധി വികസനങ്ങൾ രാജ്യത്തെ പ്രമുഖ ബഹിരാകാശ ഏജൻസിയായ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടനയെ ഒരു ശ്രദ്ധാ കേന്ദ്രമാക്കിയിട്ടുണ്ട്. അത്ഭുതപൂർവമായ പരാജയങ്ങളും ഉയർന്ന ബജറ്റ് പദ്ധതികളുടെ മാന്ദ്യവും സ്റ്റാർട്ടപ്പുകളിൽ നിന്നുള്ള മത്സരവും എന്നിവയെ ചുറ്റിപ്പറ്റിയാണ് ഇപ്പോൾ പുതിയ സംഭവ വികാസങ്ങൾ ISROയിൽ അരങ്ങേറുന്നത്. ഇപ്പോൾ ISROയുടെ 2 ഉപഗ്രഹ വിക്ഷേപണങ്ങൾക്ക് ഇതാദ്യമായി അനുമതി നൽകാതെ കേന്ദ്ര സർക്കാർ. NVS-03, EOS-05 എന്നിവയാണ് ഉപഗ്രഹങ്ങൾ. ഗതിനിർണയ പ്രതിരോധ ആവശ്യത്തിനുള്ളവയാണ്. PSLV റോക്കറ്റിന്റെ തുടർച്ചയായ 2 പരാജയങ്ങളുടെ പേരിൽ എന്നാണ് വിശദീകരണം. എന്നാൽ പ്രതിരോധ ആവശ്യത്തിനുള്ള അതിപ്രധാന ഉപഗ്രഹത്തിന്റെ വിക്ഷേപണം കഴിഞ്ഞ ജാനുവരിയിൽ പരാജയപ്പെട്ടതിന് പിന്നിൽ കേന്ദ്രം അട്ടിമറി സംശയിക്കുന്നുണ്ട്. അന്വേഷണവും നടക്കുന്നു. ഇതാണ് അനുമതി നൽകാത്തതിന് കാരണമെന്നറിയുന്നു. PSLVയെ ഒഴിവാക്കി GSLV റോക്കറ്റിലാണ് ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കുന്നത്. എന്നിട്ടും അനുമതി നൽകാത്തതിന്റെ യഥാർത്ഥ കാരണങ്ങൾ അന്വേഷണ റിപ്പോർട്ട് വന്നാലേ വ്യക്തമാകൂ. PSLV പരാജയങ്ങൾ സാങ്കേതിക പിഴവെന്നായിരുന്നു ISROയുടെ കണ്ടെത്തൽ. എന്നാൽ പതിവിന് വിപരീതമായിരുന്നു കേന്ദ്രത്തിന്റെ നടപടി. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ VSSയിൽ ഉൾപ്പെടെ നേരിട്ടെത്തി വിവരങ്ങൾ തേടി. അതോടെ സ്ഥിതി അതീവ ഗുരുതരമാണ് എന്നുള്ളത് മനസ്സിലായി. അദ്ദേഹം കേരളത്തിലടക്കം വന്ന് സന്ദർശനം നടത്തി മടങ്ങിയത്. അത് പോയതിന് ശേഷമാണ് കേരളത്തിലെ മാധ്യമങ്ങൾക്ക് പോലും ഈ വിവരം ചോർന്നു കിട്ടിയത്. പല വിവരങ്ങളും അദ്ദേഹം നേരിട്ടെത്തിയാണ് തേടിയത്. പിന്നാലെ കേന്ദ്ര സർക്കാർ നിയോഗിച്ച പ്രത്യേക സംഘം അന്വേഷണം തുടങ്ങി. ജൂൺ ജൂലൈ മാസങ്ങളിലായി വിക്ഷേപിക്കാനാണ് ISRO ആദ്യം തീരുമാനിച്ചത്. പിന്നീട് അറിയിപ്പൊന്നും വന്നില്ല. അനുമതി നൽകാത്തതാണെന്ന വിവരം ഇപ്പോഴാണ് പുറത്തു വരുന്നത്. വൈകാതെ അനുമതി നൽകിയാലും പുതിയ വിക്ഷേപണ വിൻഡോ നേടുന്നതിന് കാലതാമസമുണ്ടാകും. കഴിഞ്ഞ വർഷം മെയ് 18-നും ഈ വർഷം ജാനുവരി 12-നുമാണ് ദൗത്യങ്ങൾ പരാജയപ്പെട്ടത്. PSLV പരാജയത്തിന്റെ പേരിൽ GSLVക്ക് അനുമതി നൽകാത്തത് നീതിയല്ലെന്നാണ് ISRO ശാസ്ത്രജ്ഞരുടെ നിലപാട്. NVS-03 ഇതാണ് ഇന്ന് വിക്ഷേപിക്കാനുണ്ടായിരുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ കേന്ദ്രം അനുമതി നിഷേധിച്ചിട്ടുള്ള ഒരു ദൗത്യം. അത് തദ്ദേശീയമായ ഗതിനിർണയ സംവിധാന നാവിക്കിനുള്ളതാണ് NVS-03. ഇതിനുള്ള ആകെ 7 ഉപഗ്രഹങ്ങളിൽ നിലവിൽ 3 എണ്ണമാണ് പ്രവർത്തിക്കുന്നത്. അറ്റോമിക് ക്ലോക്കിന്റെ സാങ്കേതിക പ്രശ്നം മൂലമാണ് 4 എണ്ണം പ്രവർത്തനരഹിതമായത്. അത് പരിഹരിച്ചുകൊണ്ട് തയ്യാറാക്കിയ 2ാം തലമുറ ഉപഗ്രഹമാണ് NVS-03. വിക്ഷേപണത്തിന് PSLV ഒഴിവാക്കി GSLV Mark II റോക്കറ്റാണ് ഒരുക്കിയത്. ശ്രീഹരിക്കോട്ടയിലെ റോക്കറ്റ് വിക്ഷേപണ നിലയത്തിൽ ഒരുക്കി നിർത്തിയിരിക്കുകയാണ്. മറ്റൊന്ന് EOS-05 GISAT-1A പ്രതിരോധ നിരീക്ഷണ ഉപഗ്രഹമാണ്. 2021-ൽ പരാജയപ്പെട്ട GISAT-1നെ പകരമായി ഉണ്ടാക്കിയ GISAT-1A ആണ് ജാനുവരിയിൽ വിക്ഷേപിച്ചപ്പോൾ പരാജയപ്പെട്ടത്. DRDO ആയിരുന്നു നിർമ്മാതാക്കൾ. തുടർന്നാണ് കൂടുതൽ സാങ്കേതിക മികവോടെ EOS-05 എന്ന പേര് മാറ്റി വീണ്ടും തയ്യാറാക്കിയത്. സൂക്ഷ്മമായ ഭൂനിരീക്ഷണം, ദുരന്ത നിവാരണം എന്നിവയ്ക്കും ഇത് പ്രയോജനപ്പെടും. GSLV Mark III റോക്കറ്റിലാണ് വിക്ഷേപിക്കാനിരിക്കുന്നത്. നിലവിലുള്ളതും മുൻകാല ISRO ശാസ്ത്രജ്ഞനും പറയുന്നതനുസരിച്ച് സംഭവ വികാസങ്ങൾ ആദ്യം പരസ്പരം ബന്ധപ്പെട്ടിട്ടില്ലെന്ന് തോന്നുമെങ്കിലും അവ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. പരസ്പരം തുടർച്ചയായി സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. 2025 മെയ് 18-നും 2026 ജാനുവരി 12-നും ഇസ്രോയുടെ PSLV റോക്കറ്റുകളുടെ 2 പുതിയ പതിപ്പുകളായ PSLV C-61-ഉം C-62-ഉം തുടർച്ചയായി പരാജയപ്പെട്ടു. ഇന്ത്യയുടെ ആദ്യ മനുഷ്യ ബഹിരാകാശ യാത്രാ ദൗത്യമായ ഗഗൻയാന് വേണ്ടിയുള്ള ആദ്യത്തെ ആളില്ലാ പരീക്ഷണ പറക്കൽ G1 നടപ്പിലാക്കുന്നതിലെ കാലതാമസവും ഗഗൻയാൻ പോലുള്ള മികച്ച പദ്ധതികളിൽ നിന്നുള്ള ശാസ്ത്രജ്ഞരുടെ അകൽച്ച തടയാൻ ലക്ഷ്യമിട്ടുള്ള ജൂലൈ 14-ലെ ബഹിരാകാശ വകുപ്പിന്റെ ആന്തരിക മെമ്മോ. ജൂലൈ 18-ന് ഇന്ത്യയുടെ ആദ്യത്തെ സ്വകാര്യ ഓർബിറ്റൽ റോക്കറ്റിന്റെ വിക്ഷേപണം എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ISROയിലെ മുതിർന്ന ശാസ്ത്രജ്ഞരും വിദഗ്ധരും കൂട്ടത്തോടെ രാജിവെക്കുകയോ സ്വമേധയെ വിരമിക്കുകയോ ചെയ്യുന്ന അസാധാരണ പ്രതിസന്ധിയും നിലവിലുണ്ട്.
വളർന്നു വരുന്ന സ്വകാര്യ ബഹിരാകാശ സ്റ്റാർട്ടപ്പുകളിലേക്ക് ഉയർന്ന ശമ്പളത്തിലും പദവികളിലും ശാസ്ത്രജ്ഞർ ആകർഷിക്കപ്പെടുന്നതാണ് ഇതിന് പ്രധാന കാരണം. ഇത് തടയാൻ കേന്ദ്ര സർക്കാർ അടുത്തിടെ കർശന നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഗഗൻയാൻ, മറ്റു പ്രധാന പദ്ധതികൾ എന്നിവയുമായി ബന്ധപ്പെട്ട ശാസ്ത്ര സാങ്കേതിക ജീവനക്കാരുടെ സ്വമേധയ വിരമിക്കൽ, രാജി എന്നിവയ്ക്കുള്ള അഭ്യർത്ഥനകൾ പതിവ് കാര്യമായി സ്വീകരിക്കരുത്. മറിച്ച് അന്തിമ തീരുമാനങ്ങൾക്കായി കേന്ദ്ര അല്ലെങ്കിൽ യൂണിറ്റ് മേധാവികളുടെ ശുപാർശകൾക്കൊപ്പം ബഹിരാകാശ വകുപ്പിന് അയക്കണമെന്നാണ് മെമ്മോറാണ്ടത്തിൽ പറയുന്നത്. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ 100-ലധികം പേർ സംഘടനയിൽ നിന്ന് പുറത്തുപോയതായി മാധ്യമ റിപ്പോർട്ടുകൾ ഇസ്രോ നിഷേധിക്കുകയോ എന്നാൽ ISRO അത് സ്ഥിരീകരിക്കുകയോ ചെയ്തിട്ടില്ലെങ്കിലും തദ്ദേശീയവും അത്യാധുനികവുമായ ബഹിരാകാശ സാങ്കേതിക വിദ്യയുടെ തുടക്കക്കാരനായ ഇസ്രോയുടെ 60 വർഷത്തെ ചരിത്രത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ പിരിച്ചുവിടലുകൾ അതിശയോക്തിപരമാണെന്നും ആശങ്കപ്പെടുന്നതല്ല എന്നും റിപ്പോർട്ടുണ്ട്. മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കാനുള്ള ഇന്ത്യയുടെ അഭിമാന പദ്ധതിയായ ഗഗൻയാൻ ദൗത്യത്തിന്റെ ആദ്യ പരീക്ഷണ വിക്ഷേപണങ്ങൾ നിശ്ചയിച്ച സമയത്തേക്കാൾ വൈകുകയാണ്. ശാസ്ത്രജ്ഞരുടെ കുറവും സാങ്കേതിക പുനഃപരിശോധനകളും ഇതിന്റെ വേഗത കുറച്ചു. എന്നാൽ എല്ലാം പരാജയമാണോ? തീർച്ചയായും അല്ല എന്ന് തന്നെ വേണം പറയാം. ഈ തിരിച്ചടികൾക്കിടയിലും ISRO ചില വലിയ നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ട്. വിജയകരമായ ദൗത്യങ്ങൾ 2025 നവംബറിൽ CMS-03 ഉപഗ്രഹവും 2025 ജൂലൈയിൽ നാസയുമായി ചേർന്നുള്ള നിസാർ ദൗത്യവും വിജയകരമായി വിക്ഷേപിച്ചതാണ്. സ്പേസ് ഡോക്കിംഗ്, ബഹിരാകാശത്ത് 2 ഉപഗ്രഹങ്ങളെ വിജയകരമായി കൂട്ടിയോജിപ്പിക്കുന്ന സാങ്കേതിക വിദ്യയും ISRO വിജയകരമായി പരീക്ഷിച്ചു. കേന്ദ്ര സർക്കാർ അനുമതി ലഭിക്കുന്നതോടെ ശ്രീഹരിക്കോട്ടയിൽ തയ്യാറായിരിക്കുന്ന പുതിയ ഉപഗ്രഹ വിക്ഷേപണങ്ങൾ ഉടൻ പുനരാരംഭിക്കും. ബഹിരാകാശ ഗവേഷണ രംഗത്ത് പരാജയങ്ങൾ സാധാരണമാണ്. മുൻകാല തെറ്റുകളിൽ നിന്ന് പഠിച്ച് കൂടുതൽ കരുത്തോടെ ISRO തിരിച്ചു വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.